أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. الله العظيم. സൂറത്തു നൂർ 21. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ ചുവടുകളെ അല്ലെങ്കിൽ പിശാചിൻ്റെ കാൽപ്പാടുകളെ. വമൻ യത്തബിഉ, ആര് പിൻപറ്റുന്നുവോ, ഖുതുവാത്തി ശൈത്താനി, പിശാചിൻ്റെ കാൽപ്പാടുകളെ, ഫഇന്നഹു, നിശ്ചയം അവൻ, യഉമുറു, കൽപ്പിക്കുന്നു, ബിൽ ഫഹ്ശാഇ, മ്ലേച്ഛവൃത്തികൾ കൊണ്ട് അല്ലെങ്കിൽ മ്ലേച്ഛവൃത്തികളെ, വൽ മുൻകർ, കുറ്റകൃത്യങ്ങളെയും അല്ലെങ്കിൽ ദുർവൃത്തികളെയും. വലൗലാ ഫദ്ലുല്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ, അലൈക്കും, നിങ്ങൾക്കുമേൽ, വറഹ്മതുഹു, അവൻ്റെ കാരുണ്യവും, മാ സക്കാ, നന്നാകുമായിരുന്നില്ല, അഥവാ സംസ്കാര സമ്പന്നനാകുമായിരുന്നില്ല, മിൻകും, നിങ്ങളിൽ നിന്ന്, മിൻ അഹദിൻ, ഒരാളും, അബദ, ഒരിക്കലും, വലാക്കിൻ അല്ലാഹ, എന്നാൽ പക്ഷേ അല്ലാഹു തആല, യുസക്കി, സംസ്കരിക്കുന്നു അല്ലെങ്കിൽ വളർത്തുന്നു, ശുദ്ധീകരിക്കുന്നു, മൻ യശാ, അവന് ഉദ്ദേശിക്കുന്നവരെ, വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അത്രേ. ഇതുവരെ ചർച്ച ചെയ്ത ഇഫ്ക് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൊത്തത്തിലുള്ള ഒരു ഉപദേശം അല്ലാഹു തആല തുടങ്ങി വെക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൽ. ആ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു ആമുഖമാണ് ഈ ആയത്ത്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ പിശാച് മനുഷ്യനെ പിടികൂടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയൊക്കെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് തുടർന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ ആമുഖമായി എല്ലാറ്റിനും ബാധകമായ രീതിയിൽ പറയുകയാണ്, പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്ന്. കാൽപ്പാടുകൾ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അതെന്താണ്? ഒരാൾ നടന്നുപോയ വഴിയിലൂടെ അത് നോക്കി നടക്കുക എന്നാണ്. ഈ അറബികൾക്ക് മണലിൽ കാൽപാദങ്ങൾ, നമ്മൾ കടപ്പുറത്ത് നടക്കുന്നത് പോലെ ഒരാൾ നടന്നുപോയ വഴി. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾ എങ്ങോട്ടാണ് പോയത് എന്ന് പിന്നാലെ ഇറങ്ങുന്ന ആൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. അറബികൾ അതിൽ വലിയ വിദഗ്ധരുമാണ്. ചില അറബ് കഥകളിൽ, യാത്രാ വിവരണങ്ങളിലൊക്കെ കാണാം, പെട്ടുപോയ ആളുകൾ, അവരെ കാൽപാദം നോക്കിയിട്ട് നാട്ടുകാർ പറയുകയാണ്, അവർ വഴിതെറ്റിപ്പോയിട്ടുണ്ട്, അവരെ തെരഞ്ഞു പോകണം. അപ്പോൾ കാൽപാദം നോക്കിയിട്ട് പറയുകയാണ്, ഇവരിപ്പോൾ ഇത്ര ദൂരം എത്തിയിട്ടുണ്ടാകും എന്ന് കാൽപാദം കണ്ടാൽ മനസ്സിലാകും. 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാകും ഇവർ പോയിട്ട് എന്നൊക്കെ. അങ്ങനെ അറബികൾ, മരുഭൂമിവാസികൾ അതിൽ വളരെ വിദഗ്ധരാണ്. അപ്പോൾ ഒരാളുടെ കാൽപാദം നോക്കിപ്പോയാൽ അയാൾ എങ്ങോട്ടാണോ പോയത് അവിടേക്ക് പോകാം. ഇതാണ് അസ്ലിൽ കാര്യം. ഇതേപോലെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ പിശാച് പോയ വഴിയെ അല്ലെങ്കിൽ പിശാച് കാട്ടിത്തരുന്ന വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കരുത് എന്നാണ് ഖുതുവാത്തി ശൈത്താൻ, പിന്തുടരരുത്, പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനിൽ വേറെയും 3 സ്ഥലങ്ങളിൽ അത് കാണാൻ കഴിയും. ഒന്ന് സൂറത്തുൽ ബഖറയിൽ, അത് ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ
വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഭക്ഷണ കാര്യത്തിൽ തിന്നാൽ ഇപ്പം എന്താ കുഴപ്പം? അല്ലെങ്കിൽ ചില സാധനങ്ങൾ തിന്നാൻ പാടില്ല എന്ന് വരുത്തി തീർക്കുക, അങ്ങനെ എന്നിട്ട് അത് അതൊക്കെ പാലിക്കുക. അതിൻ്റെ ഒന്നും ഒരു അർത്ഥമില്ല. ഹലാലും തയ്യിബുമായത് തിന്നാം, മറ്റുള്ളത് അഥവാ ചിലത് തിന്നാൻ പാടില്ല എന്ന് അള്ളാഹ് ഹറാമാക്കാത്തതിനെ കുറിച്ച് പറയുന്നതും വേറെ ചില അള്ളാഹു ഹറാമാക്കിയത് തിന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്നതുമൊക്കെ സാവധാനം സത്യത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ആളുകളെ പുറത്തു ചാടിക്കുവാൻ വേണ്ടി പിശാച് വെക്കുന്ന കെണിയാണ് എന്ന നിലയിലാണ് അവിടെ പറയുന്നത്. അതുപോലെ ആചാരങ്ങളുടെ കാര്യത്തിൽ ജൂതന്മാരായ ആളുകൾ ശനിയാഴ്ച പണ്ട് ചെയ്തിരുന്നത് പോലെ വെള്ളിയാഴ്ച ജുമുഅയൊക്കെ നടത്തുകയും ശനിയാഴ്ച ജൂത വീടുകളിൽ ആരാധനാ പരിപാടികൾ ഉണ്ടാക്കും, അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ. അപ്പോൾ അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പണ്ട് ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്നൊക്കെ അനുവാദം ചോദിച്ചപ്പോഴാണ് സൂറത്തുൽ ബഖറയിലെ 208 ആയത്ത്, ആദ്യം പറഞ്ഞത് 168, ഇത് 208, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. പുണ്യമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഇസ്ലാമിൽ ഇല്ലാത്തത് ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ കടക്കൂ, പിശാചിൻ്റെ കാൽപ്പാടുകൾ. നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ ആത്മീയ വഴിയിലൂടെ ആത്മീയതമായി നല്ല കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ദീനിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന സംഭവങ്ങൾ ധാരാളമുണ്ടല്ലോ. അതുപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. വമിനൽ അൻആമി ഹമൂലത്തൻ വ ഫർഷ കുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. അത് സൂറത്തുൽ ബഖറയിലെ 168 പറഞ്ഞ വിഷയം തന്നെയാണ് ഏകദേശം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റേതല്ലാത്ത വ്യവസ്ഥകളൊന്നും പാലിക്കേണ്ടതില്ല, അതൊക്കെ പിശാചിൻ്റെ കാൽപ്പാടുകളാണ് എന്ന തരത്തിൽ പറയുന്നതാണ് അവിടെ ഒക്കെ ഖുതുവാത്ത് പറഞ്ഞിടത്തൊക്കെ പിൻപറ്റരുത് എന്നും പറഞ്ഞത് കാണാൻ കഴിയും. കാരണം അങ്ങനെ സമൂഹത്തിലുള്ള ഒരു പ്രയോഗത്തെ അല്ലാഹു തആല ഒരാശയത്തിന് വേണ്ടി എടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറയുന്നത്. ആ ഖുതുവാത്തി ശൈത്താൻ്റെ ഒരാൾ പിശാചിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഉള്ള ആ ഉദാഹരണത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രയോഗം എടുത്തതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, പിശാച് നരകത്തിലേക്കും നാശത്തിലേക്കും ഒക്കെയാണ് കൊണ്ടുപോകുക. പക്ഷെ ഒരടി വെക്കുന്നയാൾക്ക് അത് തോന്നൂലല്ലോ. ഒരടിയാണ്, രണ്ടടിയാണ്, ഇങ്ങനെയാണ് അല്പാൽപമായിട്ടാണ് പിശാച് മനുഷ്യനെ നശിപ്പിക്കുക. ആ ആശയം ധനിപ്പിക്കാനാണ് ഈ പിശാചിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ പിശാചിൻ്റെ മാർഗം പിന്തുടരരുത് എന്നോ പിശാചിനെ അനുസരിക്കരുത് എന്നോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഖുർആനിൽ. അതിൻ്റെയും അപ്പുറത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ക്രമേണയായിട്ട് മനുഷ്യൻ പറ്റെ വഴിതെറ്റിപ്പോകുന്ന രീതി ഉണ്ടാകരുത് എന്ന് പറയാനാണ് ഇതിവിടെ എടുത്തിട്ടുള്ളത്. വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ആര് പിശാചിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുന്നുവോ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശായി വൽ മുൻകർ, അങ്ങനെ പിൻപറ്റിയ ആളുകളോട് പിശാച് കൽപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫഹ്ശാ അഥവാ മ്ലേച്ഛ വൃത്തികൾ, പരസ്യമാകുന്നത് ചെയ്തവന് പോലും ഇഷ്ടമില്ലാത്ത, പരസ്യമായിട്ട് ആളുകൾ ചെയ്യാൻ ലജ്ജിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ നാട്ടിലെ നിയമം അനുസരിച്ച് ചെയ്തതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ, അതിൽ കൂടുതലും വരിക ഈ സദാചാരവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. അത് രഹസ്യമാകുന്നത് ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാണല്ലോ, രഹസ്യമായി ചെയ്ത പല വൃത്തികേടുകളും ലോക നേതാക്കൾ തന്നെ ചെയ്തത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അശ്ലീലമായ കാര്യങ്ങൾ, മ്ലേച്ഛ വൃത്തികൾ, അത് മാത്രമൊന്നുമല്ല, സാമ്പത്തിക രംഗത്ത് പോലും കാണിച്ച എന്താ പറയുക, പുറത്തറിഞ്ഞാൽ മോശമാകുന്ന കാര്യങ്ങൾ, അതിനും ഫഹ്ശ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. അതൊക്കെ ഫഹ്ശായിൽപ്പെട്ടതാണ്. വൽ മുൻകർ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് പരസ്യമായിട്ട് ചെയ്യും, പക്ഷേ തെറ്റായ കാര്യങ്ങളായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളുമാണ് പിശാച് കൽപ്പിക്കുക. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരൊറ്റ ഒരാൾ നന്നാകുമായിരുന്നില്ല. അഥവാ മോമിനുകളായതും വളരെ സംസ്കാര സമ്പന്നമായ ജീവിതം ശീലിച്ചതുമൊക്കെ അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. ഫദ്ലും റഹ്മത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അത് കൂടുതൽ വ്യക്തമാണ്. അഥവാ നിങ്ങളുടെ ശ്രമഫലമായി നിങ്ങൾ ആർജിച്ച, അള്ളാഹു പഠിപ്പിച്ചു തന്ന, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അതിനെയാണ് ഫദ്ല് എന്ന് പറയുന്നത്. അതിൻ്റെ പുറമെ നിങ്ങളറിയാതെ തന്നെ അള്ളാഹു തആല നിങ്ങൾക്ക് തന്ന നിഅമത്തുകളാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉള്ളതാണല്ലോ.
അഥവാ അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടങ്ങൾ, അതുപോലെ തന്നെ അധ്വാനിക്കാതെ തന്നെ അള്ളാഹു കണ്ടറിഞ്ഞു തന്ന നേട്ടങ്ങൾ, രണ്ടും കൊണ്ടാണ് പഠിച്ചതും മനസ്സിലാക്കിയതും അതിൻ്റെ ഫലമായി അള്ളാഹു താല അവൻ്റെ തൃപ്തി കൊണ്ട് ചെയ്തു തന്ന കാര്യങ്ങളും. അത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദാഹം, നിങ്ങളിൽ ഒരാളും ഒരു കാലത്തും നന്നാകുമായിരുന്നില്ല. അഥവാ നിങ്ങൾ നന്നായത് നിങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സംസ്കാര സമ്പന്നരാക്കുന്നു, അവരെ വളർത്തുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു. ഇതൊക്കെ ആ വാക്കിൻ്റെ അർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയക്കുന്നത് എന്തിനാണെന്ന് നബിമാരുടെ ദൗത്യം പറഞ്ഞെടുത്ത് യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ തസ്കിയത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തസ്കിയത്ത് കൊണ്ട് ഉദ്ദേശ്യം കേവലം ശുദ്ധഗതിക്കാരാക്കലല്ല, കരുത്തരായ വളർന്ന സംസ്കാര സമ്പന്നരായ ധീരന്മാരായ, അതൊക്കെ അതിൻ്റെ അർത്ഥമാണ്. വളർച്ചയുമുണ്ട്, ശുദ്ധീകരണവുമുണ്ട്. അങ്ങനെയുള്ള ആക്കുന്നു എന്നാണ് വസക്കി മൻ യശാ എന്ന് പറഞ്ഞാൽ ഹിദായത്തിൻ്റെ വേറൊരു വാക്കായിട്ടാണ് ഇവിടെ അത് ഉപയോഗിക്കുന്നത്. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ എന്ന് പറയാവുന്നിടത്ത് തന്നെയാണ് വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. എന്തിനാ പറയുന്നത്? നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും ആക്ഷേപിച്ചാലും, ഇവിടെ നടന്ന സംഭവം അതാണല്ലോ, അതൊക്കെ ഉണ്ടായാലും അല്ലാഹു തആല അവൻ ഉന്നതരാക്കാൻ വിചാരിച്ച ആളുകളെ ആക്കുക തന്നെ ചെയ്യും എന്നാണ് അതിൻ്റെ ഒരു ധ്വനി. അതുപോലെ ഈ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ പാലിച്ചാൽ അതനുസരിച്ച് തസ്കിയത്ത് ഉണ്ടാകും, താഴെ പറയുന്ന കാര്യങ്ങൾ എന്നതിലേക്ക് സൂചിപ്പിക്കുവാനാണ് അത് ഇവിടെ വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ പറയുന്നതിന് പകരം വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ പറഞ്ഞിരിക്കുന്നത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നന്നായിട്ട് കേൾക്കുന്നുമുണ്ട്. അതിനോട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും അതുപോലെ കാഴ്ചപ്പാടുകളും ഒക്കെ തത്സമയം അള്ളാഹു തആല അറിയുന്നുമുണ്ട്. സംസ്കാര സമ്പന്നനാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണത്. അഥവാ ഞാൻ ആരോടാണോ പറയുന്നത് അയാൾ മാത്രമല്ല, അള്ളാഹു കൂടി കേൾക്കുന്നുണ്ട്. ഞാനത് പറയുന്നതിൻ്റെ പിന്നിലുള്ള എൻ്റെ മനസ്ഥിതി അതും അള്ളാഹു അറിയുന്നുണ്ട്. അങ്ങനെയാകുമ്പോഴാണല്ലോ മാന്യന്മാരായ ആളുകൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ചില ആളുകൾ തോന്നിയാസം പറയൽ നിർത്തൽ തന്നെ. എന്നതുപോലെ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട് എന്നൊരു ബോധമുണ്ടായാൽ മനുഷ്യർ അവരുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ മാന്യത താനെ പുലർത്തും. അതാണ് ആമുഖമായി പറഞ്ഞു വെക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളിൽ നിന്ന്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പ്രത്യക്ഷത്തിൽ, പക്ഷേ അത് വലിയ നാശത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനുഷ്യൻ പറ്റെ മോശമായി പോകാൻ ഇടയാക്കുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കതിലൂടെ സഞ്ചരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.